നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രമുഖ പാലിയേറ്റീവ് കെയർ ശൃംഖലയായ ആൽഫ പാലിയേറ്റീവ് കെയറിന്റെയും സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിന്റെയും നേതൃത്വത്തിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തുന്ന കമ്പാഷണേറ്റ് യൂത്ത് വാക്കത്തോണിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചു. വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലെ വാക്കത്തോണുകൾക്ക് ശേഷം ഒക്ടോബർ 15-ന് തൃശൂരിൽ വാക്കത്തോൺ സമാപിക്കും. 1,00,000 വിദ്യാർത്ഥികളെ പാലിയേറ്റീവ് കെയർ പരിശീലനം നൽകി മാറാരോഗങ്ങൾ ബാധിച്ചവരെയും ചലനശേഷി പരിമിതപ്പെട്ടവരെയും വാർദ്ധക്യത്തിലെത്തിയവരെയും പരിചരിക്കുന്നവരും പരിഗണിക്കുന്നവരുമായ സമൂഹമാക്കി മാറ്റുകയെന്നതാണ് കമ്പാഷണേറ്റ് യൂത്ത് ഇനിഷ്യേറ്റീവ് ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിന് മുന്നിൽ ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ ദിനാചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ചെയ്തതോടെ വാക്കത്തോണിന് തുടക്കമായി. ദിനാചരണ സന്ദേശം നൽകുന്ന ബാനറുകൾക്കു കീഴിൽ പ്ലക്കാർഡുകൾ ഏന്തി 600-ലേറെ വിദ്യാർത്ഥികൾ വാക്കത്തോണിൽ പങ്കെടുത്തു. ആൽഫ നെടുമങ്ങാട് സെന്ററിന്റെ പ്രവർത്തകരെ കൂടാതെ പാലിയം ഇന്ത്യ, ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഓർഗനൈസേഷൻ, സൊലേസ് തുടങ്ങിയ സന്നദ്ധ സംഘടനകളും 11 വിദ്യാലയങ്ങളെ പ്രതിനിധീകരിച്ചും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ പ്രതിനിധീകരിച്ചും വിദ്യാർത്ഥികളും അധ്യാപകരും അംഗങ്ങളുമാണ് വാക്കത്തോണിൽ പങ്കെടുത്തത്. വാക്കത്തോൺ നന്ദാവനം N കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചതിനു ശേഷം ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരന്റെ അധ്യക്ഷതയിൽ നടന്ന സെമിനാറിൽ ചെയർമാൻ KM നൂറുദ്ദീൻ കമ്പാഷണേറ്റ് യൂത്ത് ഇനിഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ എന്ന വിഷയം അവതരിപ്പിച്ചു. പാലിയം ഇന്ത്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ GS മനോജ് മുഖ്യപ്രഭാഷണം നടത്തി. ആൽഫ വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ സ്വാഗതം പറഞ്ഞ സെമിനാറിൽ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഓർഗനൈസേഷൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ രേവതി ജയരാജൻ, ആൽഫ നെടുമങ്ങാട് സെന്റർ പ്രസിഡന്റ് സുരേഷ് കുമാർ, മെഡിക്കൽ ഓഫീസർ ഷൈജിത ശൈലജ്, ലഫ്റ്റനന്റ് കേണൽ ലീലാമ്മ, നെടുമങ്ങാട് ദർശന ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക VS ഉമാദേവി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. അടുത്ത വാക്കത്തോൺ കൊല്ലത്ത് ഒക്ടോബർ 6 തിങ്കളാഴ്ച നടക്കും. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.